ന്യൂസ് 16 കേരള. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണം, ഇല്ലെങ്കിൽ 500% നികുതി. ഇന്ത്യക്കും ചൈനയ്ക്കും US ഭീഷണി. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടിപ്പോയി, റീപാക്കിംഗ്? എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്ലൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ വമ്പൻ നികുതി ചുമത്താനുള്ള നീക്കവുമായി US. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തടയാൻ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 500% നികുതി ചുമത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. US സെനറ്റിൽ ഇതിനുള്ള ബില്ല് കൊണ്ടുവരുമെന്നാണ് സൂചന. ചൈനയുമായി വ്യാപാര കരാർ ഒപ്പിടുകയും ഇന്ത്യയുമായുള്ള കരാർ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നതിനിടെയാണ് പുതിയ ബില്ല് വരുന്നതെന്നാണ് ശ്രദ്ധേയം. ബില്ലിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുമുണ്ടെന്നാണ് പറയുന്നത്. റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻഡ്സേ ഗ്രഹാം, ഡെമോക്രാറ്റ് സെനറ്റർ റിച്ചാർഡ് ബ്രുമെന്തൽ എന്നിവർ ചേർന്നാണ് ബില്ല് US സെനറ്റിൽ കൊണ്ടുവരുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ അവരെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ബില്ല് കൊണ്ടുവരുന്നത്. വരുന്ന ഓഗസ്റ്റിൽ ബില്ല് സെനറ്റിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയും ചൈനയുമാണ് റഷ്യൻ എണ്ണയുടെ 70% വാങ്ങുന്നത്. അങ്ങനെയുള്ളവർ US-ൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കണമെങ്കിൽ ഉയർന്ന നികുതി നൽകുക തന്നെ വേണമെന്ന് ലിൻഡ്സേ ഗ്രഹാം പറയുന്നു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ യുക്രൈനെതിരായ യുദ്ധത്തിന് ഇന്ത്യയും ചൈനയും റഷ്യയെ സഹായിക്കുകയാണെന്നും സെനറ്റർ ആരോപിച്ചു. ബിൽ നിയമമായാൽ ഇന്ത്യയുടെ ഫാർമ, ടെക്സ്റ്റൈൽസ്, IT മേഖലകളെ സാരമായി ബാധിക്കും. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2022 യുക്രൈനിലേക്ക് റഷ്യ അധിനിവേശം നടത്തിയതിനു ശേഷം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നു. നേരത്തെ US-ഉമായി വ്യാപാര കരാർ കൊണ്ടുവരാൻ നികുതി എന്ന ആയുധം ട്രംപ് പ്രയോഗിച്ചിരുന്നു. ഇതിൽ US-ഉമായി ചൈന കരാറിലെത്തി, ഇന്ത്യയാകട്ടെ കരാർ ഒപ്പിടുന്നതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പുതിയ വഴിത്തിരിവ്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.